അതിനപ്പല്ലേ പണ്ട് അണ്ണന്റെ കൂടെ കിളിയായിട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ഈ സൂര്യ. അണ്ണന് പണ്ടൊരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു ലോറി, ഒരു കിടിലൻ ലോറി. എത്രയാണ് 38-52 അത് തന്നെ. അണ്ണനും അവനും കൂടി ഒരു ദിവസം ലോഡായിട്ട് ഹൈ റേഞ്ചിൽ കയറിപ്പോയി. ലോഡായിട്ട് അണ്ണൻ നല്ല കിടുക്കാഴ്ചയായിട്ട് വണ്ടി ഇങ്ങനെ കയറ്റി വെച്ചപ്പോഴേക്കും പ്രശ്നമായി. അണ്ണൻ പറഞ്ഞാൽ ചാടിയറങ്ങടെ അടവെക്കടാന്ന് പറഞ്ഞു. സൂര്യ ഇറങ്ങി അടവെച്ച്. അതാണ് പ്രശ്നം. അടവച്ചനപ്പോ ഇവര് എന്താ പ്രശ്നം? അതോ സൂര്യണ്ണ അടയിട്ട് വെച്ചതേ ആനപ്പിണ്ടോണ്, പിന്നെ പ്രശ്നം ഉണ്ടാവൂലേ? അതേ പിന്നെയാണ് അവൻ ആനപ്പിണ്ടം സുരാന്നൊരു പേര് വന്നത്. എന്നിട്ടോ 4 ദിവസം ലോറി വവ്വാല് പോലെ തലകീഴായി മരത്തെ തൂങ്ങിക്കിടന്നത്. പാഴ്സൽ രണ്ടേ അണ്ണാ, ഇതും കൂടി ഒരെണ്ണം എടുത്തേക്കാം. അട്ട വെക്കാൻ നല്ലതാ. പറ്റിലെഴുതിക്കോ. പിന്നെ ചടങ്ങ് മുടക്കണ്ട. പെണ്ണിന് ചെറുക്കനോട് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. കൂട്ടുകാരാ, ഒരു മിനിറ്റ് വാ. ഒരു മിനിറ്റ്. ഇതുവരെ കൊണ്ടുവന്ന ആലോചന പോലെ അല്ല ഇത്. സെറ്റ് എടാ കോളടിച്ചല്ല. എടാ മുഴുവൻ പട്ടാളക്കാരാ. ഒന്നാം തീയതി കുപ്പിക്ക് ഒരു മുട്ട ഉണ്ടാവൂല. അത് വിട് വഞ്ചി. അല്ല, പെങ്കൊച്ചെങ്ങനുണ്ട്? എടാ നല്ല കിണ്ണം കാച്ചി കൊച്ച്, മുള്ളുവലും കളയല്ലേ. എനിക്ക് ഡബിൾ ഓക്കെ. ശരിക്കും ആന്ന്. അയ്യോ വന്നല്ലോ. എന്തായിരുന്നു രണ്ടുപേരുടെ പുറത്തു പോയൊരു സ്വകാര്യം? മിസ്റ്റർ കേണൽ, എനിക്ക് നിങ്ങളുടെ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ദൈവമേ. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോ കുട്ടിയെ അവന് കെട്ടിച്ചു കൊടുത്തൂടെ? ഓൾ ദി ബെസ്റ്റ് പെങ്ങളെ. യു ആർ ട്രൂലി ലക്കി. അത് വീട് മഞ്ചി. വീടാ എന്നാലും നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഞാൻ മോശമില്ലടാ. പോകണം വഴക്കണം. അതിന് നീ എന്തിനാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞു കേൾക്കാൻ പോകുന്നത്? നീ ഞാൻ പറഞ്ഞു കേട്ടാ പോരെ? നീ ആരടി? എന്താടാ അന്ന്? ശരി, എന്താടാ നീ ചുമ്മാ ഷോ കാണിക്കല്ലേ? ഞാൻ ഇവിടെ എന്ത് ഷോ കാണിച്ചു? ആരുടെ ഷോ കാണിച്ചു? ഞാനാ? എന്ത് ഷോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിനക്ക് ആദർശയുടെ മെഗാ ഷോ ബുക്ക് ചെയ്തത്. അത് പോയി കാണി. ഇത് എന്റെ നാട്, ഞാൻ ഇവിടെ നടക്കാൻ. ഇത് എന്റെ നാട്, എന്റെ ബാർ, എന്റെ കാശ്. ഞാൻ ഇഷ്ടമുള്ള ജീവിക്കും. നീ ആരോട് ചോദിക്കാൻ? എന്താ പറഞ്ഞ? എന്താ പറഞ്ഞു? എന്നുവെച്ചാല് വൃത്തികെട്ടവനെന്നാണ്. എന്നാലും അവളെന്നെ അൺകൂത്ത്. അളിയാ എന്നെ തുടരുന്നത് കേരളം കത്തും. ശരി സാർ. ചിരിക്കണ്ട. എടാ, നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുവിടായിരുന്നു? ഫോൺ ഇന്നലെ രാത്രി തന്നെ അവർ വാങ്ങി വെച്ചെന്നേ. അല്ല, ആശാനെ എങ്ങനെ അറിഞ്ഞു? ആയിരിക്കുന്ന ഉദയൻ സാറല്ലേ? പുള്ളി എൻ്റെ ഒരു ഫ്രണ്ടാ. പുള്ളി പറഞ്ഞ ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. ഉദയൻ സാറേ,
വലിയ ഭാരമുണ്ട് കേട്ടോ. ഇനി മര്യാദ കടന്നോണം. അവനൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ശരി. ആ ശരി. വാടാ പോവാൻ വാ. എൻ്റെ ഫോൺ ഒന്ന് മേടിച്ചു തരുമോ? നീ ഇവരുടെ തെറിയിപ്പിച്ച് നടന്നോളൂ. വേണ പോയി ചോദിക്കും. ഓരോന്ന് പിറ്റി വെച്ചിട്ട് സാറേ, മേഡത്തിനല്ല സാറേ, എൻ്റെ ഫോണും. അല്ല സാറേ, എല്ലാം നാച്ചുറലായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നാച്ചുറലോ? എന്നിട്ടാണ് തൻ്റെ ഉണ്ണിയപ്പം കഴിച്ച 3 പേര് വയറിലൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അയ്യോ, അങ്ങനെ വരെ വഴിയില്ല സാർ. അവർ വേറെ വല്ലതും പുറത്തുനിന്ന് കഴിച്ചതായിരിക്കും. കഴിച്ചവരൊക്കെ നിശ്ചയം തനിക്കാണോ? അല്ല സാർ, വയറിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കുന്ന ഒന്നും തന്നെ നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. പിന്നെ ഓരോ ഐറ്റം കഴിയുന്നതോറും കൃത്യമായി എണ്ണ മാറ്റാറുണ്ട്. ഉണ്ണിയപ്പം ടെസ്റ്റിന് വെച്ചിട്ടുണ്ട്, റിസൾട്ട് വരട്ടെ. അതുവരെ തന്റെ ലൈസൻസ് ടെമ്പററി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കുക്കിങ്ങും സെയിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ട് മതി. അല്ല സാറേ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ. സന്തോഷേ, എല്ലാം ചെക്ക് ചെയ്തേ. എല്ലാത്തിനും സാമ്പിൾ എടുക്കണം കേട്ടോ. ശരി, ഒന്നും വിടാൻ പാടില്ല. സാറേ, കയ്യിൽ വാങ്ങി ലഡു എടുക്കണല്ലേ? അതൊക്കെ എടുക്കും. അയ്യോ, കൊച്ചു നല്ല ആവശ്യത്തിലാണല്ലോ. വയറ് നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ വാട്ടം കണ്ട. അയ്യോ, അമ്മച്ചീനെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഒന്നും മിണ്ടാതിരിക്കും. ഹലോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞ ഡിസ്ചാർജ് ആയിന്ന്. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. എന്താ കാര്യം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അമ്മച്ചീനകത്തോട്ടാക്കി. ഒന്ന് വയറിളകിന്ന് വെച്ച് ക്ഷീണിച്ചു പോകുന്ന തടിയൊന്നും അല്ലടാ ഇത്. അയ്യോ, നല്ല ശ്രുതി, താളം, അടിപൊളിയാൻ പറ്റി. ഓടാ അവിടെ. ജപ്തിയായപ്പോ സമാധാനമല്ലോ. ജപ്തിയോ? ആ, ജപ്തിയായിട്ടുണ്ട് സാറേ. ഇപ്പൊ ഇവനൊരു ജപ്തി താങ്ങാനുള്ള ശേഷിയില്ല സാറേ. അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു സാറേ. ഇപ്പൊ എത്ര രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ ഈ ജപ്തി ഇവിടെ നിന്ന് ഒഴിവായി തരാൻ പറ്റും? 12 ലക്ഷം അടയ്ക്കണം. എന്താണ് ഇത്ര ചിരിക്കാൻ? അല്ല സാറേ, ഇവനിവിടെ എടുത്തിട്ടുള്ള ആകെ 8 ലക്ഷം രൂപയാണ്. പിന്നെ നിങ്ങളിപ്പോൾ പലിശയൊക്കെ ആയിട്ട് ഇപ്പം 12 ലക്ഷം ആക്കിയേക്കണേയാണല്ലോ. അതെ. പേര് സഹകരണം വാങ്ങുന്നു. മുട്ടൻ കോമഡി എടുത്ത് ചിരിച്ചത് സാറേ. സാറേ, പഴയ പോലെ ഒന്നുമല്ല സാർ. കച്ചവടമൊക്കെ ഭയങ്കര മോശമാണ്. കുറച്ച് സാവകാശം കൂടെ തരുവാണെങ്കിൽ. സാവകാശം ഇനി നടക്കൂല രാജേഷേ. ആ സീനൊക്കെ കഴിഞ്ഞു സാറേ, പ്ലീസ്. നടക്കൂല രാജേഷേ. അതെ സാറേ. ഇപ്പം എത്ര രൂപ അടയ്ക്കണം? എത്ര അടയ്ക്കും? അല്ല, എത്ര അടയ്ക്കണം ഇതൊന്ന് ഒഴിവാനായിട്ട്? 4 ലക്ഷം. ഒരു 4 ലക്ഷം അടച്ചാൽ ഞാൻ ജപ്തി ഒഴിവാക്കി തരാം. 4 ലക്ഷമോ? അതല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നുള്ളൂ. ഒരാഴ്ച സമയമുണ്ടല്ലോ. എവിടെ നിന്നെങ്കിലും കാശ് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടി നോക്ക്. അപ്പം ശരി, കാണാം. താങ്ക് യു സാർ. ശരി. ജോത്സരെ, ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ചേരില്ല എന്ന് മാത്രം പറയരുത്. ജപ്തി ഒഴിവാക്കാനായിട്ട് കല്യാണോ? അല്ല, 5 ലക്ഷം ശ്രീധരം കിട്ടും, അതാ കവി ഉദ്ദേശിച്ചേ. അതാണല്ലേ സംഗതി. പെൺകുട്ടിക്ക് ചൊവ്വാദോഷം തന്നെയാ. പക്ഷെ ലഗ്നത്തിൽ 7-8 ഭാവത്തിലാണ്. തന്റെ ചൊവ്വയായിട്ട് ചേരില്ല എന്ന് മാത്രമല്ല, കെട്ടിയാ തന്റെ തലയും തെറിക്കും. വേറെ നോക്കുന്നതായിരിക്കും ഉത്തമം. ആ ഫോട്ടോ ഉണ്ടോ? പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. എങ്ങനെയല്ല, ശരി ഒന്ന് നോക്കിയേ. ഈ ഫോട്ടോ ജ്യോത്സ്യത്തിനാണോ? ഏയ്, വെറുതെ ഒന്ന് നോക്കാനാ. നല്ല രസമാണ്, കണ്ടോണ്ടിരിക്കാലോ. ദക്ഷിണ പറ്റില്ലേക്ക് പോകണോ? തുമാരാ പ്രോപ്പർട്ടി അല്ലല്ല, ഇത് രണ്ടും മാത്രമേ എൻ്റെ ഉള്ളൂ. रास्ता तो है ना? उधर से इधर तक रास्ता है सब. अच्छा. गाड़ी वो प्रॉपर्टी में वരും. अच्छा, वो प्रॉपर्टी तक गाड़ी आएगा सब. എങ്ങനെയാണ് പരിപാടി? കണ്ണൻ, ഇതാ. मुझे ये प्रॉपर्टी तो पसंद आया, लेकिन ये सामने वाला भी जोड़ के देगा तो मैं लूंगा. बोलना. സിബി, ചെമ്മീൻ കെട്ട് ഉള്ളിൽ ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഈ പ്രോപ്പർട്ടിയും ചേർത്ത് ഒറ്റ പ്രോപ്പർട്ടി ആക്കിയാലേ കച്ചവടം നടക്കും. സാർ, അവിടം തൊട്ട് അങ്ങോട്ടാണ് എൻ്റെ സ്ഥലം. ഏ മേരാ നഹി ഹേ. कोशिश करो भाई, अगर हो गया तो नेक्स्ट डे डील करेंगे. എന്താ പറഞ്ഞേ? ഈ സ്ഥലം കൂടെ കിട്ടിയാ അടുത്ത ദിവസം കച്ചവടം നടക്കും. ആ രാജേഷ് തരൂലെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? നടത്തണം സിബി, അല്ലാണ്ട് നിന്റെ ഈ വഴിയില്ലാത്ത ചെമ്മീൻ കെട്ടിലെ കാര്യങ്ങൾ സ്ഥലം മേടിക്കാൻ പറ്റുന്ന നിനക്ക് തോന്നണ്ട. സാർ, ടീക്ക് ഹോ ജായേഗാ.
ഓക്കെ ബൈ. ശരി സാറേ. ഇതുപോലൊരു പാർട്ടി നിനക്ക് കിട്ടത്തില്ല സിബി. എങ്ങനെയെങ്കിലും ആ ചെറുക്കരയിൽ സ്ഥലം എഴുതി മേടിച്ചെടുക്കാൻ നോക്ക്. എന്നെ വിളിക്കട്ടെ. നീ എന്തെങ്കിലും കാണിച്ചോ? ഇല്ല അതിന് മുമ്പ് കരച്ചിൽ തുടങ്ങിയാണ്. ചൈനന്ന് കൊച്ചത്തിന് അച്ചാർ കൊടുത്തു വിട്ടാ. ഇത്രയും കൂടെ കരഞ്ഞതിനെത്തിനാ. എന്തു പറ്റി? വാട്ട് പറ്റി? It was a cardiac arrest. He's dead. കൊച്ചു മരിച്ചാ? കൊച്ചിച്ച് മരിച്ചു. What? ഹിസ് ഡെഡ് സ്റ്റാർ. Dead star? What's that? ഇയാളുടെ ഡെഡ് സ്റ്റാറേ മരണനക്ഷത്രം. ഏതാ കൊച്ചേ? ദാറ്റീസ്. ദൈവമേ, ഇതിനോട് എങ്ങനെയാ പറയാ? മരിച്ചെന്നാണോ ചത്തതേ? Do you remember the date of death? It's required for the after death ceremony. Yeah, he died on 20th April. ഏപ്രിൽ 20 മരിച്ചതെന്ന്. ഏപ്രിൽ 20. അപ്പൊ സമയം ടൈം. I don't know. When I reached here, he was already dead. ഇയാൾ ചെന്നപ്പോഴേക്കും മരിച്ചു കിടക്കുമായിരുന്നു. ഓ, അപ്പൊ ടൈം ഇല്ലാതെ നോക്ക്. ആ ദക്ഷിണ ഇങ്ങോട്ട് തന്നോളൂ. ദക്ഷിണ ഇത് വേറെടാ. ശനി, ശുക്രൻ, രാഹു, കേതു എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ, നല്ല മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ദോഷവും ഇല്ല. What did you just say? Death is good. Good death. Good death? ആ, ഡെത്ത്. ഒന്ന് പോകൊച്ച അവിടെ. Ni hao. എന്താ നടുവേനാണ്? നിങ്ങളെ വണങ്ങിയതാണ്. ചൈന സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ചൈന സിനിമ നീ കാണാറില്ല? പിന്നെ പീസ് ഇല്ലാത്തത്. പീസാ? ഒന്ന് പോ മനുഷ്യൻ. അമ്മേ. അയ്യോ എന്റെ പൊന്നു സോമ വേണ്ട. നീ കഴിഞ്ഞ ദിവസം തന്നെ ഇല കടിച്ചിട്ടെന്റെ കണ്ടനാളം പോലെ കുണ്ടിഭാഗം വരെ കഴിച്ചു കൊണം വന്നുപോയി. എന്റെ കയ്യിലേ ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്ത നല്ല ബെസ്റ്റ് ക്ലാസ് പേസ്റ്റ് ഉണ്ട്. എനിക്കത് മതി. പക്ഷെ പല്ലിന് ഇതൊക്കെ തന്നെ ബെസ്റ്റ്. ഓ വേണ്ട. എവിടെയൊക്കെയാണ് പേപ്പർ ഇടുന്ന അജിനമോട്ടോളുണ്ടായവനെ? അയ്യോ ഈ കാലവട ഇട്ടാണ് ഇതുകൊണ്ട് നല്ല ഉന്നോളാറാ. ഒന്ന് പോടോ. എടാ സോമ എല്ലാം പറ്റിയാടാ? ഒന്നുമില്ല, നടുവിനെ ചെറിയൊരു പിടുത്തം. ആ ഇതാ ഞാൻ പറഞ്ഞേ. ഇതൊക്കെ പല്ലിന് കൊള്ളാം, എല്ലിന് കേടാ. അപ്പൊ പിന്നെ പുറത്തു കൊടുക്കണ്ട, മൊത്തത്തിൽ ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. എന്തേ ആണോ? എങ്കിൽ കാണാം നമുക്ക്. കാണാതെ. ഇന്നത്തെ ഇടംകണ്ണിൽ വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഫീസ് വളപ്പിലെ വടവൃക്ഷത്തിൽ അശ്ലീലം കണ്ട് അത് വെട്ടുവാൻ ഒരുങ്ങിയവർക്കെതിരായി ആ മരത്തിന്റെ മുകളിൽ തന്നെ ഏറുമാടം കെട്ടി വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലാണ് സർക്കാർ ജോലി ഉണ്ടായിട്ടാണ് വാർക്കപ്പണിക്ക് വന്നത്. കാശിനോട് ഇത്ര ആക്രാന്തം പാടില്ല. ഹലോ, ന്യൂസ് ഉണ്ടോടി? അങ്ങേരാ മരത്തിന് മണ്ട കയറി ഇരിപ്പ് തുടങ്ങി. കണ്ടോണ്ടിരിക്കുവാ. ഭ്രാന്തനല്ലേ? ചേച്ചി, അവൻ ഇപ്പോഴെങ്ങാനും കയറി വരുമോ? ഏയ്, നീ പേടിക്കാതെ ഉണ്ടാക്കിക്കോടി. ഇന്നിനി പ്രതീക്ഷിക്കണ്ട, ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ആൾക്കൂട്ടം കണ്ട അവന് പ്രാന്ത. എങ്കിലേ നീ ഒരു പ്ലേറ്റും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വാടി. മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ലാൻഡ് ഫോൺ മരത്തിന്റെ മുകളിലേക്ക് എടുത്ത് ഓഫീസ് ജോലികൾക്ക് ഒരു തടസ്സവും വരാത്ത രീതിയിൽ മാതൃകാപരമായാണ് ഈ കൃഷി ഓഫീസറുടെ ഉപവാസ സമരം. ഈ മരം ഇവിടുന്ന് മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റിന് വിട്ടുകൊടുക്കണം. കാരണം ഈ വൃക്ഷം ഇപ്പോൾ ഒരു പരിണാമത്തിന്റെ പാതയിലാണ്. ഇന്ന് അതിനൊരു ചന്തി വന്നു. ഇനി നാളെ കണ്ണും മൂക്കും എല്ലാം വന്ന് ഇതൊരു ജീവിയായി പരിണാമം പ്രാപിക്കില്ലെന്ന് ആര് കണ്ട്? അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായതല്ലേ? ആണോ? അല്ലേ? ആശാന് പറ്റിയ ശിഷ്യ. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. എന്നാ സാറേ? അതാ കൃഷി ഓഫീസർ. ഹലോ കൃഷി ഓഫീസ്. എന്നാ സാറേ? ഇവിടെ കിടങ്ങരയിലെ പാടശേഖരത്തിന്റെ ഫയൽ എന്തായി? ഇപ്പൊ റെഡിയാക്കാം സാറേ. കണാപ്പ്.
രാജമ്മേ ആ മഞ്ഞൾ വെള്ളം മാറ്റി കൊടുത്ത്. ശാലി എന്തെങ്കിലും കഴിച്ചോ? കെട്ട് കഴിയാത്തൊന്നും കഴിക്കാൻ പാടില്ലെന്ന ഓർഡർ. പ്രഭാത ഭക്ഷണം ഒരിക്കലും മുടക്കരുത് ശാലിനി. അന്നച്ചമണ മനുഷ്യന്റെ എന്തരാ. രാവിലത്തെ ഭക്ഷണം ഒരിക്കലും മുടക്കരുത്. പല മൂലാദികളും നല്ല കഴിച്ചു. ഇതെന്തേ കാണിക്കണ? ഭരതരം വിഷ്ണു ശശിവ